ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഋതികേ, എന്താ നിന്റെ കയ്യില്? നീ ഇത് എവിടെ പോയിട്ടുള്ള വരവാ? അച്ഛാ, ഞാൻ രാജുവിന്റെ വീട് വരെ ഒന്ന് പോയതാ. എന്തിന്? എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ രാജുവിന്റെ വീട്ടിലായിരുന്നു. അതൊന്ന് എടുക്കാനായിട്ട് ആഗ്രഹങ്ങൾ മനസ്സിൽ വളർത്തി. അതൊക്കെ സത്യമാവുന്നത് സ്വപ്നം കണ്ട് വെറുതെ ഞാനും വിഷമിക്കുന്നു, മറ്റുള്ളവരും വിഷമിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കിനിയും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണ്ട മാഡം. ഏയ് വേണ്ട, സോറി. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും രാജു, ഒരുപാട്. മാഡം, സോറി രാജു, ഞാൻ പെട്ടെന്ന് കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. റിയലി സോറി. സാരമില്ല മാഡം. മാഡം വരൂ. അതുപോരാ, പട്ട് ക്വാളിറ്റിയിൽ ഗംഭീരാവണം. ക്യാഷ് എത്രയായാലും അതെനിക്കൊരു പ്രശ്നമല്ലെന്ന് നിങ്ങൾക്കറിയാലോ. അംബിക ഒരു പട്ടുസാരി ഉടുത്ത് വന്നു നിന്നാ അതിന്റെ പ്രൗഢിയിലും ഗുണമേന്മയിലും ആരും ഒരു മോശം കമന്റും പറയാൻ പാടില്ല. മനസ്സിലായല്ലോ? അതെ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിക്കാം. എന്താടാ നീ എന്താടാ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ വന്ന് നിൽക്കുന്നേ? അമ്മയുടെ പട്ടുസാരിയുടെ ഓർഡർ കൊടുത്തോണ്ട് നിന്നോ? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അമ്മയ്ക്ക് വല്ല ശ്രദ്ധയുണ്ടോ? എന്താടാ പറ്റിയത്? ഒന്ന് അങ്ങോട്ട് വന്ന് നോക്ക്. കണ്ടിട്ട് എനിക്ക് എന്റെ നിയന്ത്രണം പോകുന്നു. അവനും അവളും കൂടെ ഒരുമിച്ച് ബൈക്ക് വന്ന് ഇറങ്ങിയിരിക്കുന്നു. എന്താ? ഋതിക, അവള് പിന്നെ രാജുവിന്റെ വീട്ടിൽ നിരങ്ങാൻ പോയിട്ട് അവന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് വന്നിരിക്കുന്നു. ദീപകേ, വെറുതെ രാജുവിനോടുള്ള വാശിക്ക് വഴക്കുണ്ടാക്കാൻ ഓരോ ഏഷണിയായിട്ട് വന്ന് നിക്കല്ലേ. അമ്മേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഏഷണി പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് എന്തിന്റെ കേടാ? രണ്ടെണ്ണം കൂടെ ഒരുമിച്ചൊന്ന് ഇറങ്ങുന്ന കണ്ടപ്പോ നല്ല നാല് വർത്താനവും പറഞ്ഞ് രണ്ടിന്റെയും കരണത്തിട്ട് ഓരോന്ന് പൊട്ടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഞാനായിട്ട് അവരെ മെക്കിട്ട് കയറിയത് വേണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞത്. ഞാനൊരു കാര്യം അമ്മയോട് മര്യാദയ്ക്ക് പറയുക. സ്വത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ എന്തിനു വേണ്ടിയാണെങ്കിലും ആ രാജുവിന്റെ എച്ചില് ജീവിതകാലം മുഴുവൻ തലയിൽ ചുമക്കാൻ എനിക്ക് പറ്റില്ല. ഞാനുമായിട്ടുള്ള വിവാഹം തീരുമാനിച്ചിട്ട് പോലും അവള് പിന്നെയും രാജുവിന്റെ കൂടെ നാട് തണ്ടാൻ ഇറങ്ങാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വിവാഹം കഴിഞ്ഞാലും തുടരുമെന്ന് എനിക്ക് ഉറപ്പാ. അങ്ങനെ അവള് ചെയ്ത അവളെ ഞാൻ കൊല്ലും. അങ്ങനെ ഊര് തണ്ടി നടക്കുന്നവളെ എനിക്ക് വിവാഹം ചെയ്യാൻ സൗകര്യമില്ലെങ്കിലോ? ആലോചിക്കുമ്പോഴേ എനിക്ക് എന്റെ ഉള്ളംകാലിൽ നിന്ന് തരിച്ചു കയറുവാ. അമ്മ അമ്മാനോട് പറഞ്ഞ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. എനിക്ക് പറ്റില്ല കേട്ടോ. അവളെ തലയിൽ ചുമന്നോണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല. കണ്ടവന്റെ കൂടെ പോയി മാസങ്ങളോളം കഴിഞ്ഞവളെ ഞാൻ പോട്ടേന്ന് വെച്ചതേ അമ്മ പറഞ്ഞിട്ടാ. അറിയാലോ? അറിയാടാ. നീ നിന്ന് പിടയ്ക്കാതെ ഒരു കാര്യം ചെയ്. നീ വാ,
ഞാൻ ഇപ്പൊ തന്നെ പ്രതാപനോട് സംസാരിച്ചേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഞാനെങ്ങും വരുന്നില്ല. അമ്മ തന്നെ പോയി അയാളോട് സംസാരിക്കാം. ദേ ദീപകേ, നീ ഇങ്ങനെ ഒരുപാട് നന്മമരാവല്ലേ. എന്തായാലും നീ വേലക്കാരിക്ക് വയറ്റിലുണ്ടാക്കേണ്ട അത്രയും ചെയ്യുന്നവനല്ല രാജു. ലതികയുടെ സ്വഭാവവും നീ പറയുന്ന പോലെ അല്ലാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ദേ, നീ മര്യാദക്ക് എന്റെ കൂടെ വന്നേ. വരാൻ. പ്രതാപ, നിന്റെ മകള് ചെയ്യുന്നത് തീരെ ശരിയല്ല. എന്താ ചേച്ചി, എന്താ ഉണ്ടായത്? രാജുവുമായുള്ള അവളുടെ എല്ലാ ഇടപാടുകളും അവസാനിച്ചതല്ലേ? ഇടപാട് അവസാനിച്ചതല്ലേന്നോ? ചേച്ചി എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഓ, നിനക്കിപ്പോ നിന്റെ മോളോട് സ്നേഹം പൊട്ടി മുളച്ചിരിക്കുവല്ലേ? മകളോടുള്ള സ്നേഹമൊക്കെ നല്ലതാ പ്രതാപ. പക്ഷേ അവളുടെ നടപടികൾ ശരിയല്ലെങ്കിൽ നീ വീണ്ടും ദുഃഖിക്കേണ്ടി വരും. ചേച്ചി അല്പം ദേഷ്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി ആദ്യം ഒന്ന് സമാധാനപ്പെട്ടിട്ട് എന്താ ഉണ്ടായെന്ന് പറയ. ഋതിക എന്താ ചെയ്തത്? അവള് പിന്നെ രാജുവിനോട് കറങ്ങാൻ പോയിരിക്കുന്നു. രാജുവായി അവൾ ഒരുമിച്ച് ജീവിച്ച സംഭവങ്ങളൊക്കെ പാടെ മറന്നത് അമ്മ പറഞ്ഞതുകൊണ്ടും അവളെന്റെ മുറപ്പെണ്ണായതുകൊണ്ടും മാത്രം അവളെ ഞാൻ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്. അവളിങ്ങനെ രാജുവിനോട് കറങ്ങി നടക്കുന്നത് ശരിയാണോ അമ്മ? എന്താ പ്രതാപ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? അവൻ അവളെ വേണ്ടാന്ന് തീർത്തു പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ അവൾ അവന്റെ പിന്നാലെ നടക്കുന്നേ? ഋതിക ഇങ്ങനെ രാജുവിന്റെ കൂടെ വീണ്ടും കണ്ട നാട്ടുകാരെന്തു പറയും? കുറച്ചു നാൾ അവര് ഒരുമിച്ചുണ്ടായിരുന്ന ജീവിതവും അവർ നിന്നെ പറഞ്ഞു ധരിപ്പിച്ച സന്മാർഗത്തിലുള്ള ജീവിത കഥകളും ഒക്കെ നീ വിശ്വസിച്ചു കാണും. പക്ഷേ അതൊന്നും നാട്ടുകാര് വിശ്വസിച്ചു കാണില്ല. നടന്നതൊക്കെ പോട്ടെ പോട്ടെ എന്ന് ഞാൻ വയ്ക്കുമ്പോ അവളിത് എന്ത് ഭാവിച്ചാന്നാ എനിക്ക് മനസ്സിലാവാത്തെ. എന്താ പ്രതാപേട്ട, എന്താ ഇവിടെ ഒരു പ്രശ്നം? ഋതികേ, എന്താ നിന്റെ കയ്യില്? നീ ഇത് എവിടെ പോയിട്ടുള്ള വരവാ? അച്ഛാ, ഞാൻ രാജുവിന്റെ വീട് വരെ ഒന്ന് പോയതാ. എന്തിന്? എന്റെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ രാജുവിന്റെ വീട്ടിലായിരുന്നു. അതൊന്ന് എടുക്കാനായിട്ട്. രാജു, അവനിവിടെ ഉണ്ടോ യാമി? ഉണ്ട് പ്രതാപേട്ട. രാജു, എന്താ എന്തുപറ്റി? ഞാൻ നിന്നെയാണോ വിളിച്ചേ? യവനല്ലേ? എന്താ സാർ?